മറ്റൊരു വാർത്ത വരുന്നത് കർണാടകയിൽ ചികിത്സയിൽക്കിടെ മരിച്ച കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് പുറത്തെടുക്കും. ചികിത്സാ പിഴവ് പരാതിയെ തുടർന്നാണ് ചക്കരക്കൽ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം ഖബറിൽ നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ബംഗളൂരുവിലെ വിക്ടോറിയ സർക്കാർ ആശുപത്രിയിൽ നടന്ന പൈൽസ് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയായിരുന്നു ഷാനവാസിന്റെ മരണം. MBBS വിദ്യാർത്ഥികളെ കൊണ്ടാണ് ശസ്ത്രക്രിയ ചെയ്യിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിഖിൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. നിഖിൽ, കുടുംബം ഇപ്പോഴും ആരോപണങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇന്നിപ്പോ ഈ നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുക എപ്പോഴാണ്? ഏതായാലും അല്പസമയത്തിനകം തന്നെ അതിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കമാവും. ഇപ്പോൾ ഈ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കർണാടകയിലെ വിവിപുരം സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണ് ഇവിടേക്ക് എത്തേണ്ടത്. അവരാണ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. ഏകദേശം 3 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഈ പൈൽസിനെ തുടർന്ന് വിക്ടോറിയ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നു. അവിടെ സർജറി ചെയ്യുന്നു. ആ സർജറി ചെയ്യുന്നതിൽ തന്നെ വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പിന്നീട് പരാതിയുമായി പോയെങ്കിലും ആദ്യം അത്തരത്തിൽ ഈ പരാതിയെ ഗൗനിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് ഷാനവാസിന്റെ ഭാര്യ ഷേർലി പരാതിപ്പെടുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴേതായാലും ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനുമതി കിട്ടിയതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ഖബർസ്ഥാനിൽ എത്തി ഈ ഖബർ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ആയത്. ഇവിടെ അതിന്റെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ എല്ലാം നടക്കുന്നുണ്ട്. അതായത് പള്ളി കമ്മിറ്റിയുടെ ആളുകളെല്ലാം അവിടെ ഇപ്പോഴുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തേണ്ടതുണ്ട്. മാത്രമല്ല പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ കൂടി ഈ പരിശോധനയുടെ ഭാഗമായി ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഖബർസ്ഥാനിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിന്റെ നടപടികൾ ആരംഭിക്കുക. ഏതായാലും അരമണിക്കൂറിനകം തന്നെ അത്തരം നടപടികൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഈ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഷാനവാസിന്റെ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ MBBS വിദ്യാർത്ഥികളെ കൊണ്ട് ഉൾപ്പെടെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യിച്ചത്. ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം പിന്നീട് ചില പ്രശ്നങ്ങൾ, ഈ രക്തം വാർന്നു പോകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അക്കാര്യങ്ങൾ പറഞ്ഞപ്പോഴും തിരിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനൊന്നും തയ്യാറായില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോയതും. ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഗുരുതരമായ ചികിത്സാ പിഴവിൽ നടപടി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അവർ തുടക്കത്തിൽ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പോലീസ് ഗൗനിച്ചിരുന്നില്ല. പിന്നീട് കോടതി ഇക്കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വിവിപുരം പോലീസ് ഇതിൽ നടപടികൾ ശക്തമാക്കിയത്. പിന്നീട് കർണാടകയിലെയും കേരളത്തിലെയും റവന്യൂ അധികൃതർ തമ്മിലുള്ള ഒരാശയവിനിമയം നടക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഈ ഖബർസ്ഥാൻ തുറന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള ഒരു അനുമതി നൽകിയത്. ആ അനുമതി പ്രകാരമാണ് ഇന്നിപ്പോൾ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ ഈ കേരള പോലീസിന്റെയും സാന്നിധ്യത്തിൽ വിവിപുരം പോലീസ് കൂടി സ്ഥലത്തെത്തി ഈ മൃതദേഹം പുറത്തെടുക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് തുടക്കമാകുന്ന മുറയ്ക്ക് വീണ്ടും നിഖിലേക്ക് മടങ്ങിയെത്താം. നമുക്ക്